ഹായ് അസ്സലാമു അലൈക്കും കിസിൽ കിസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓവൺ ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുനാഫാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓവൺ ഇല്ലെങ്കിലും നമുക്കത് സെയിൽ ചെയ്യാം. ഓവൺ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓവൺ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് സെയിലാക്കാതെ വെക്കണ്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ക്രീം റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതിൻ്റെ കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ഫസ്റ്റ് തന്നെ ഓണാക്കണ്ട, അതിൻ്റെ കട്ടയൊന്നും മാറാതെ ഓണാക്കണ്ട. അപ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ അല്ല, അത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ ഒരു ക്രീമിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു സെമി ഒരു തിക്കായിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്താ പറഞ്ഞെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് തണിഞ്ഞ് വരുമ്പോൾ അത് പിന്നെയും കട്ടയായിട്ട് വെക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്ര ഒരു തിക്ക് മതി. അപ്പോൾ ആ ഓഫാക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ക്രീം ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പാങ്ങലൊന്ന് അതിനെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ല ഒരു ഇതിൽ നല്ല പാങ്ങൽ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ ക്രീം ചീസിൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറാൻ വെക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുനാഫാൻ്റെ ഡോ റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഒരു 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ടതിന്. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് ഈ കുനാഫയിലേക്ക് ഇടണം. കുനാഫ ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ആ കുനാഫയിലേക്ക് ഒഴിച്ചിട്ട് ഈ ബട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. കുനാഫ ഇതെല്ലാം മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 100 ഗ്രാം കുനാഫ എടുത്തിട്ടുണ്ടത്. അപ്പോൾ കുനാഫ ഇത് ചെറിയ ഞാൻ കത്രീനോട് ഒന്ന് നല്ല കട്ടാക്കിയിട്ടുണ്ട്. കൈനോട് കട്ടാക്കിയെങ്കിൽ മതി, അല്ലെങ്കിൽ കത്രീനോട്. മിക്സിയിലെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ചെറുതായി പോവും. അപ്പോൾ ഇതുപോലെ നല്ല പാങ്ങല ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതിലേക്ക് മിക്സാക്കിയിട്ട് എടുക്കണം. ഈ ബട്ടർ അതിലേക്ക് നല്ലോണം എല്ലാത്തിലേക്കും മിക്സ് ആകുന്ന വരെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അതിന് ശേഷം നമുക്ക് നമ്മൾ ഓവനിൽ വെക്കുന്ന ആ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം സൈസ് കണ്ടെയ്നറിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലൊന്ന് പകുതി കുനാഫ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ബട്ടറിൽ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കണം അടിഭാഗം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കിയ ആ ക്രീം ഫുള്ളായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തേനേക്കാളും കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറുമ്പോൾ ഇത് കുറച്ചൊക്കെ തിക്കാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സെമി തിക്കാകുമ്പോൾ ഓഫാക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി. മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂണോട് സ്പ്രെഡാക്കി കൊടുക്കുക. സൈഡിലേക്കാക്കി കൊടുക്കണ്ട. ഒരു സൈഡ് ആ നാട്ടിൽ കുറച്ച് മുന്നേ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സാരമില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി കുനാഫ ഉള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുനാഫ ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ചട്ടി ഒരു 10 മിനിറ്റ് മുന്നേ ചൂടാക്കി വെക്കണം. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുനാഫ ബേക്കാവുന്ന സമയത്ത് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളവും ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് ഒഴിച്ചിട്ട് കഴിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റുള്ള വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, വേറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മതി. ആ പഞ്ചസാര എല്ലാം മെൽട്ടാക്കിയിട്ട് എടുത്താൽ മതി, വേറൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം അടിഭാഗം ഒന്ന് കുക്കായതിന് ശേഷം ഇതുപോലെ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ആ ഒരു മോൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഇങ്ങനെ ഒരു ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാനിൽ നിന്ന് അത് ബ്രൗൺ കളറായെങ്കിൽ തിരിച്ച് ഈ കണ്ടെയ്നറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക്
പിസ്താച്ചിയോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സിറപ്പ് നമ്മൾ വേറൊരു ചെറിയൊരു ബൗളിൽ അത് കസ്റ്റമറിന് ഒഴിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് വേറെ ബൗളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നതല്ല. അപ്പോൾ കസ്റ്റമർ കഴിക്കുന്ന സമയത്ത് ഒന്ന് ഒഴിച്ചിട്ട് അതിനെ കഴിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ അപ്പം തന്നെ കഴിക്കുന്നില്ലെങ്കിൽ ഓരോട് ഓവനാക്കോ അല്ലെങ്കിൽ പാനിൽ ചൂടാക്കാനോ അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനില്ല മറ്റേ ചൂടാക്കിയിട്ട് കഴിക്കാൻ പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെങ്കിലും. അല്ലെങ്കിൽ ആ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെങ്കിൽ മതി. ആ ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ കുനാഫ. അപ്പോൾ ഇനി റെസിപ്പി അറിയാത്ത ആൾ ഇങ്ങനെ കുനാഫ സെയിലാക്കണമെന്നുള്ള ആൾക്കാർക്ക് ഇനി ഓവണൊന്നും ഇല്ലെങ്കിലും സെയിലാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക. പിന്നെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റിയിട്ട് ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ എൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.